അപ്പോൾ ഇന്നൊരു കോഴിക്കോടൻ വ്ളോഗാണ്. മീൻസ് കോഴിക്കോടൻ തെണ്ടിത്തിരൽ വ്ളോഗ്. രാവിലെ തന്നെ റെഡിയായി പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടത്. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റെഡി ആയതിനു ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്നെ കാത്ത് പെരുന്നമണ്ണങ്ങാടിൽ മുതൽ കാത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാ ഫ്രണ്ട്സും അവിടെ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആരും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ മുതലിനെയും പിടിച്ചുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് പോണത്. അതിൻ്റെ വ്ളോഗാണ് ഇനി നിങ്ങൾ കാണാൻ പോണേ. നമ്മുടെ മുതൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു 8:15 പെരുന്തമണ്ണ ടു കോഴിക്കോട് KSRTCയിൽ നമ്മൾ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഏത് ടിക്കറ്റിൻ്റെ നമുക്കിനി ഫ്രീ ആയിട്ടൊക്കെ പോകാലോ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ ഒരു നിയമം വന്നിട്ട് വേണം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ. പെരിന്തൽമണ്ണെന്ന് കയറി കോഴിക്കോട് എത്തണ വരെ തൊള്ളടച്ചിട്ടില്ല കേട്ടോ. തൊള്ള പറയുന്ന ഏത് പരിപാടി, ബാക്കിയുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നൊന്നും നമ്മൾ നോക്കാൻ പോയിട്ടില്ല. ചില സമയങ്ങളിൽ ചോദിക്കുന്നുണ്ട്, സൗണ്ട് കുറച്ച് കൂടുന്നുണ്ടോ രമണ എന്ന് ഞങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാണ്. KSRTC സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ഞങ്ങൾക്ക്. മറ്റേത് വട്ടമണപ്പുറം മീൻസ് കോട്ടപ്പള്ള ടു വട്ടമണപ്പുറം ആ ഒരു ലോകം മാത്രം ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പുറത്ത് പോകണത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനും ഉണ്ടായിരുന്നില്ല. എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എന്തായാലും കോഴിക്കോടല്ലേ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കറങ്ങാം എന്നില്ല, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. നമ്മളൊരു ഓട്ടോ എടുത്ത് നേരെ ഗുജറാത്തി സ്ട്രീറ്റിക്ക് വിട്ടിട്ടോ. ഗുജറാത്തി സ്ട്രീറ്റ് നമുക്ക് റീൽസിലൊക്കെ കണ്ട് പരിചയമായോണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു. സത്യം പറയാലോ, ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്ക് ചെറിയ തെറ്റിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ സ്ഥലങ്ങളൊന്നും വല്ലാണ്ട് അറിയാത്തതുകൊണ്ട് ഈ ഓട്ടോ എങ്ങോട്ടാ പോണേന്ന് നമുക്കറിയില്ലല്ലോ. എൻ്റെ പേടി മറ്റാരും മുതലിനോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബദറായിരിക്കും എന്നുള്ളത് എനിക്ക് മുമ്പേ അറിയാം. എന്തായാലും നമ്മൾ സേഫായി ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് സംഭവം അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിൻറ്റേജ് ആൻഡ് ഒരു എസ്തെറ്റിക് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഓരോ കടകളാണെങ്കിലും ഓരോ ഷോപ്പുകളാണെങ്കിലും ഓരോ കഫേകളാണെങ്കിലും ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു ലുക്കിലാട്ടോ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഓരോ ഭാഗത്തും കുറേ വഴികളുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ വഴി തെറ്റിപ്പോണെന്ന് നോക്കിക്കൊള്ളുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയോ ഈ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു, ഗുദാം കഫേ. ഈ ഒരു കഫേൻ്റെ അകത്ത് ശരിക്കും വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഈ ആൻറ്റിക് പീസുകളൊക്കെ കാണാനും അതിൽ ഓരോ പീസിനും ഓരോരോ കഥകളുണ്ട് അവിടുത്തെ ബഷീർ സാറിന് പറഞ്ഞു തരാൻ. ഈ പഴമയുടെ മൊഞ്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടും ആൻറ്റിക് പീസസിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഓരോന്നില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കൂട്ടോ. കാരണം അത്രയ്ക്കൊരു ഫീലിംഗ് കിട്ടുന്നതായിരുന്നു അവിടുത്തെ ഓരോ സംഭവങ്ങളും. സത്യം പറഞ്ഞാൽ ആർട്ട് കഫേ അല്ലായിരുന്നു, ഇതൊരു മ്യൂസിയം പോലെ തന്നെ അവർ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ബർഗറും ജ്യൂസും ഓർഡർ ചെയ്തതിന് ശേഷം മുകളിലേക്കൊന്ന് പോയി നോക്കിട്ടോ. അപ്പോൾ മുകളിൽ എത്തിയപ്പോഴാണ് അടിയത്തൊന്നും അല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. മുകളിലാണ് കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾ പോയതാണിത്. അപ്പോൾ നമുക്ക് ടൈം ലിമിറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോണുള്ള യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള റൂൾസൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ റൂൾസൊക്കെ സെറ്റായിരുന്നു. കാരണം നമ്മളാകെ 2 ആൾക്കാരോട് പോയിട്ട് നമുക്കൊരു ഫോണിന് ധാരാളമായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ ഒരു കഫേയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് വെസ്റ്റേൺ ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കണ്ട് വരരുത്. കാരണം അതിന് പറ്റിയ ലുക്കല്ല ഈ ഒരു കഫേ. ഈ ഒരു കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു സംഭവത്തിന്, ആ ഒരു ലുക്കിന് പറ്റിയിട്ടില്ല ഔട്ട്ഫിറ്റുകളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ മോനെ പൊളിക്കും. അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത് പോരാം. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്ന സമയത്തും നമ്മൾ അതിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബീഫ് ബർഗർ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റ്. ഇതുപോലത്തെ ഒരു കഫേ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ്
മൊത്തം ഈ ഒരു കഫേന്റെ വിശേഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല കേട്ടോ. അത്രക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കഫേക്ക് പോയത്. കഫേന്ന് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകുന്നില്ല, ഇനി നട്ടത്തിരിവാട്ടോ നിങ്ങൾ കാണുന്നത്. ഇനി ബീച്ചാണോ എടുത്ത് SM ആണോ എടുത്ത് എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബീച്ചിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചുള്ള നടക്കാണ്ടായിരുന്നത്, നമുക്കറിയില്ലായിരുന്നു. നട്ടുച്ചക്ക് ബീച്ചിൽ പോയ കഥ നിങ്ങൾ കേട്ടിക്കണോന്ന് അറിയില്ല, എന്തായാലും നിങ്ങളൊന്ന് കേട്ടോക്ക്. നല്ല അടാറ് വെയിലുണ്ടായിരുന്നു, സൺസ്ക്രീൻ ഒന്നും തേച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് നമ്മൾ നേരെ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എവിടേക്ക് എത്രയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ബോറടിച്ചിരിക്കുന്ന ടൈമിലുണ്ടല്ലോ, ഇവിടെ വന്നൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ്. ഇനി ഫീലിന് വേണ്ടി ആരും നട്ടുച്ചക്കൊന്നും ഞങ്ങളെ പോലെ പോവാൻ നിൽക്കരുത് കേട്ടോ, കരിഞ്ഞണ് പോവും. നൈറ്റ് പോയി കഴിഞ്ഞാൽ അടിപൊളിയാ. വെള്ളത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അടാറ് മൂഞ്ചത്. നട്ടുച്ചക്ക് ഐശ്വര്യയും കാടമുട്ടയും കഴിക്കണത് അത് പോട്ടെ, ഞാൻ കയറിയിട്ട് ഒരു കാക്കാനോട് കാക്ക ഒരു പ്ലേറ്റ് കാടമുട്ട എന്നാണ്. ഞാൻ വിചാരിച്ചത് കാക്ക ചെറിയ പ്ലേറ്റ് ക്വാണ്ടിറ്റിയിൽ ഇത് തരുന്നതാണ്. പക്ഷെ കാക്ക ഇല്ലേക്ക് കൂടുതലില്ല ഒരു വലിയ പ്ലേറ്റ് കാടമുട്ട തന്നു. ഒരു 10-20 എണ്ണം. മറ്റോളെ നമുക്ക് തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ ഒറ്റക്ക് തിന്നു തീർത്തു. പിന്നെ ചോറും വേണ്ട കഞ്ഞിയും വേണ്ട, അങ്ങനത്തെ ഒരു ദയനീയമായൊരവസ്ഥയായി. കോഴിക്കോട് വന്നിട്ട് പാരഗണിക്ക് പോകണം എന്നില്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒറ്റൊരു മുതലോണ്ടാണ് മോഞ്ചി കിട്ടി. പിന്നെ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം മുട്ടായി തെരുവിക്കൊന്നും നമ്മൾ പോയിട്ടോ. SM-ലേക്ക് എപ്പോൾ വരുമ്പോഴും നമ്മുടെ കഷ്ക ഷോപ്പ് ഞാൻ എപ്പോഴും തിരയണതായിരുന്നു. ഇത്തവണ ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് SM-ലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉലാത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പായിട്ട്. കാരണം നമുക്ക് ബസ്സിന് പോകണോണ്ട് ഇന്ന സമയത്ത് പോയാലുള്ളൂ നമുക്ക് ബസ് ഇട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ മൂഞ്ചിരിക്കും. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ടോ. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. കാരണം നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കൂടുതലായിട്ട് വരാറില്ല. ഇനി അഥവാ നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ KSRTC-നാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. സോ ഇവർ കൊള്ളാലോ. നമ്മൾ തെണ്ടിത്തിരയിൽ കുറച്ച് അധികം നേരമായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഈ ബസ്സിന് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ചേരിയിൽ നിന്ന് ആ ബസ് ഞങ്ങൾക്ക് പിടിപ്പിച്ച് തരാമെന്നുള്ളത്. ആ ഒരു വിശ്വാസത്തോടെ ഇയാളപ്പോൾ നമ്മൾ പോയത്. എന്തായാലും മഞ്ചേരിയിൽ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൺഡേ എന്താ സംഭവിച്ചെന്ന് അറിയില്ല, വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ എന്തായാലും സേഫായി ഒരു 7 മണി 7 ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആളുകളാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ.